നാളത്തെ ദിവസം എല്ലാവർക്കും ഓർമ്മയില്ലേ? ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഇന്ന് ആഗസ്റ്റ് 14. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അറിയോ? പാകിസ്ഥാന്റെ കാര്യം മാത്രമല്ല, ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രമാണം ഏറ്റുവാങ്ങുന്നത് ആരുമായും? മൗണ്ട് ബാറ്റൻ പ്രഭുവായിട്ട്. എന്താ അതിൻ്റെ കാര്യം? ഈ ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇവർ സംഘടിക്കാൻ എന്താ കാരണം? ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കൊടുക്കാൻ എന്താ കാരണം എന്നറിയോ? മൗണ്ട് ബാറ്റൻ പ്രഭുവിന് 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ സഖ്യം കീഴടങ്ങിയ ദിവസമാണ് ആഗസ്റ്റ് 15. സിംഗപ്പൂരിൽ വെച്ച് കീഴടങ്ങിയ ദിവസം. അപ്പോ ഈ സൈന്യത്തിന്റെ അധിപനായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. അയാളാണ് ആഗസ്റ്റ് 15 ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഉടനെ ഇവിടെ ഭയങ്കര ജ്യോത്സ്യന്മാരുടെ നാടാണ് ഇന്ത്യ. ജ്യോത്സ്യന്മാരൊക്കെ ഭയങ്കര ബഹളാക്കി കബഡി നിർത്തിയിട്ട് അവർ പറഞ്ഞു, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഇവിടെ പ്രളയം വരും, ഇന്ത്യ നശിക്കും, അന്ന് നല്ല ദിവസമല്ല. അവസാനം മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞ്, എന്നെ ഉൾപ്പളകം കൊള്ളിച്ച ഒരു ദിവസമാണ് ആഗസ്റ്റ് 15. അന്നല്ലാതെ കൊടുക്കുന്ന പ്രശ്നമില്ല. അവസാനം ഒരു പരിഹാരം നിർദ്ദേശിച്ചു ജ്യോത്സ്യന്മാർ. ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ആഗസ്റ്റ് 15 തുടങ്ങുന്നതിൻ്റെയും 14 അവസാനിക്കുന്നതിൻ്റെ ഇടയിൽ ആ സമയത്ത് ഇന്ത്യയുടെ പ്രമാണം കൈമാറാം. അങ്ങനെയാണ് അർദ്ധരാത്രിയിൽ അരപ്പട്ടിണിയുമായി എല്ലാവരും സംഘടിച്ച് പടക്കം പൊട്ടിച്ചിട്ടൊക്കെ, അത് തന്നെ ഭയങ്കര പടക്കം പൊട്ടിച്ചിങ്ങനെ ആഹ്ലാദിക്കുന്നതിൻ്റെ ഇടയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, വെരി സാസാദ് ഖുർആന് തഫ്സീർ എഴുതിയ അബുൽ കലാം ആസാദിനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരി മുമ്പോട്ട് കയറി എന്നിട്ട് പറഞ്ഞു, ആസാദ് ഈസ് ഇൻ ദ മോസ്ക്. എന്താണ് അർദ്ധരാത്രിയിൽ പള്ളിയിൽ? അവർ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശുക്രിന്റെ സുന്നത്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെ അവർ വന്നതിന് ശേഷമാണ് ഇത് കൈമാറിയത്. അപ്പോൾ അതൊരു ചരിത്രം ഞാൻ സാന്ദർഭികമായി പറഞ്ഞൊന്നുമില്ല, മിണ്ടാൻ പാടില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും ഇത് പറയണ്ടേ ഉക്കർക്ക? ഇത് പറയാതിരുന്ന മോശമല്ലേ? അപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനം നമ്മളെ മെഹബൂബ് പാടിയ, ഉമ്പായി പാടിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച ഒരു ഗാനം. നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, പടനായകരെ, നിങ്ങൾ കായിരമായിരം ഓശാന, നിങ്ങൾ കായിരമായിരം ഓശാന. ഇനിയിപ്പോൾ എഴുതിയെടുത്താണ്. ഇവിടെ കുറച്ച് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണുണ്ടോ? തെറ്റുണ്ടോ? കണ്ടല്ലോ. പാടിയാലേ അത് ഉഷാറാവുള്ളൂ. ഞാൻ മാറിക്കൊടുത്തു. എല്ലാരും പാടിക്കോ. ഗാന്ധി പിറന്നൊരു നാടാണ് ഇത്, ശാന്തി നിറഞ്ഞൊരു
മാമല